മുമ്പിൽ കിട്ടുന്നു ഭക്തി കൊണ്ട്. കൃഷ്ണൻ ആരാണ്? കർഷതി ഇതി കൃഷ്ണ. എല്ലാവരെയും ആകർഷിച്ച് തന്നിലേക്ക് നിർത്തുന്നവൻ, അവർക്ക് മോക്ഷം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ. കർഷയതി പാപാനി ഇതി കൃഷ്ണ. ഭക്തനെ ആകർഷിക്കുമ്പോഴോ ഭക്തന് പ്രാരബ്ധമായിട്ട് ധാരാളം പാപങ്ങൾ ചെയ്ത് ഭഗവാനോട് അടുക്കുവാൻ തടസ്സമായിട്ട് നിൽക്കാണ്. ഈ ഭക്തനെ ആകർഷിക്കുമ്പോൾ ഭക്തന്റെ പാപങ്ങളെയാണ് ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നത്. അങ്ങനെ പാപമെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോ ജന്മസഹസ്രേണ 1000 ജന്മങ്ങൾ കൊണ്ട് ആ ഭഗവാനെ പ്രാപിക്കുവാൻ സാധിക്കും. ചിലപ്പോ ഈ ജന്മം കൊണ്ട് തന്നെ സാധിക്കും. ഭക്തിയാ കൃഷ്ണ പുരസ്ഥിത. ഭഗവാനെ പ്രത്യക്ഷനായിട്ട് കാണാം. ഭാഗവതം തന്നെ ധാരാളം ഉദാഹരണം തരുന്നുണ്ട് നമുക്ക്. പ്രഹ്ലാദ കുമാരന്റെ, ധ്രുവകുമാരന്റെ, നാരദ മഹർഷിയുടെ. പിന്നെ സമീപം നമുക്ക് ഇപ്പോ ഈ കാലത്തൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പം ഓർമ്മ വരുന്നത് ആ നെന്മിനി ഉണ്ണിയാണ്. എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് നെന്മിനി ഉണ്ണിയാണ്. നെന്മിനി ഇല്ലത്തെ ഉണ്ണി. അച്ഛൻ അന്ന് പൂജയ്ക്ക് അച്ഛന് സാധ്യം അല്ല. അച്ഛനാണ് എന്നും കണ്ണനെ പൂജിക്കുന്നത്. അന്ന് മറ്റൊരു പൂജ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെയും പോകണം. ആര് പൂജിക്കും? ഉണ്ണി പൂജിച്ചോളൂ കേട്ടോ എന്നല്ലേ ഏൽപ്പിച്ചത്. ഉണ്ണിക്ക് പൂജ വശമാണോ? എന്തായാലും അന്നത്തെ സാഹചര്യം ഒക്കെ എല്ലാവർക്കും അറിയും അല്ലേ. അപ്പൊ എന്തായാലും ഉണ്ണിയെ പൂജ ഏൽപ്പിച്ചു. ശ്രദ്ധയോട് ചെയ്യൂ പറഞ്ഞു. ഉണ്ണി പൂജിക്കാൻ പോയി. കണ്ണനെ നന്നായിട്ട് പൂജിച്ചു, അലങ്കരിച്ചു, ഒരുക്കി, ഒക്കെ നന്നായിട്ട് ചെയ്തു. നിവേദ്യം കൊടുക്കണം. അച്ഛൻ നിവേദ്യം കൊടുത്ത് ഉണ്ണി കണ്ടിട്ടില്ല. ഉണ്ണി നിവേദ്യപാത്രമൊക്കെ ആയിട്ട് കണ്ണന്റെ അരികിൽ ചെന്ന് കണ്ണനോട് നിവേദ്യം വെച്ചിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചു. ചോദിച്ചു, ഉണ്ണി, കണ്ണൻ വന്ന് കഴിച്ചോളൂ. ഉണ്ണിക്കും കണ്ണനും ഒരേ പ്രായമാണെന്ന് കൂട്ടിക്കോളൂ. ഉണ്ണി വാരി കഴിക്കും, കണ്ണനും വാരി കഴിക്കും എന്നാണ് ഉണ്ണി കരുതിയിരിക്കുന്നത്. കണ്ണനെ വിളിച്ചു. എൻ്റെ ഭക്തി പോരാഞ്ഞിട്ടോ, പൂജ പിഴച്ചിട്ടോ, മന്ത്രം പിഴച്ചിട്ടോ, ഭഗവാൻ എന്നോട് അലിവില്ലാഞ്ഞിട്ടോ ഉണ്ണി കരയാൻ തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. പുറത്ത് നിൽക്കുന്നവരൊക്കെ അക്ഷമരായിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങണ്ടേ? ഉണ്ണി ഇറങ്ങുന്നുമില്ല. ഉണ്ണിയുടെ ഭക്തിയിൽ മതിമറന്ന് സംപ്രീതനായിരിക്കുന്ന ഭഗവാൻ അതാ ഉണ്ണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണിക്കും വാരി കൊടുത്തു പാൽപ്പായസം. കണ്ണനും കഴിച്ചു. ഉണ്ണിയുടെ മുഖത്ത് കവിളത്തൊക്കെ തേച്ചു കൊടുത്തു. കണ്ണനും